ഹരിയാനയിൽ കോൺഗ്രസിന് അമിത ആത്മവിശ്വാസമാണോ തിരിച്ചടിയായത്? എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരിക്കൽ കൂടി തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഹരിയാനയിൽ ഏകദേശം 50 എന്ന സംഖ്യയിൽ തൊടുകയാണ് BJP എന്നാണ് ഈ സാഹചര്യത്തിൽ പറയേണ്ടത്. 16-17 റൗണ്ടുകളുള്ളതിൽ 3-4 റൗണ്ടുകളാണ് ഇതിനോടകം എണ്ണിത്തീർന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വരുന്ന ഫലസൂചനകൾ അനുസരിച്ച് 50-നടുത്ത് സീറ്റുകളിൽ BJP ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താണ് വിനയായത് എന്നതാണ് ചോദ്യം. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിച്ചത് കോൺഗ്രസിൻ്റെ മുന്നേറ്റമായിരുന്നു. കോൺഗ്രസ് 55 സീറ്റിലധികം നേടുമെന്ന് പ്രവചിക്കാത്ത ഒരൊറ്റ എക്സിറ്റ് പോൾ പോലും ഇല്ലായിരുന്നു എന്ന സാഹചര്യത്തിൽ നിന്ന് 50-ലധികം സീറ്റുകൾ അല്ലെങ്കിൽ 50ഓളം സീറ്റുകൾ നേടിക്കൊണ്ട് BJP ഹരിയാനയിൽ സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. ജാട്ട് വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുകയാണെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിരിക്കും കാര്യങ്ങളെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ജാട്ട് വോട്ടുകൾ എങ്ങനെ വിഘടിക്കപ്പെട്ടു, അതുപോലെ ജാട്ടിതര വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപോലെ കൺസോളിഡേറ്റ് ചെയ്യാൻ BJPക്ക് സാധിച്ചു എന്ന ചോദ്യമുണ്ട്. ദളിത് മേഖലയിൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്യുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്നാൽ BJPക്ക് ജാട്ട് വോട്ടുകളിലേക്കും OBC വോട്ടുകളിലേക്കും കടന്നു കയറാൻ സാധിച്ചു എന്ന് വേണം ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. ഹരിയാനയുടെ ഒരു ഫസ്റ്റ് ടേക്ക് എങ്ങനെയായിരിക്കും? ഹരിയാനയിലെ ഒരു ചരിത്രമാണ് BJP വീണ്ടും അധികാരത്തിലേറുകയാണെങ്കിൽ. തുടർച്ചയായ ഒരു സർക്കാർ 3 തവണ വന്നിട്ടില്ല. ഹരിയാനയിൽ എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന പ്രവചനം തന്നെയായിരുന്നു എല്ലാ എക്സിറ്റ് പോളുകളും നൽകിയത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിലുപരി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 10 സീറ്റും കഴിഞ്ഞ 2 തവണയും BJP ജയിച്ചിരുന്ന സ്ഥലത്ത് 5-5 എന്ന നിലയിലേക്ക് ഒപ്പത്തിനൊപ്പം എന്ന രീതിയിലേക്ക് ഇന്ത്യ സഖ്യം എത്തി. ഇന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ആം ആദ്മിയും കോൺഗ്രസിന് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ കർഷക സമരം, ഗുസ്തി താരങ്ങളുടെ സമരം, ഇതെല്ലാം കോൺഗ്രസിന് വലിയ ഒരു ആത്മവിശ്വാസം നേരത്തെ നൽകിയിരുന്നു. കോൺഗ്രസ് ലോക്സഭയിൽ 400 എന്ന് BJP പറഞ്ഞതുപോലെ ഹരിയാന കോൺഗ്രസിന് എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോയത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിൻ്റെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അമിതമായി പോയി എന്നതാണ്. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്കറിയാം ആം ആദ്മി പാർട്ടി ഒരു സഖ്യമുണ്ടാക്കാൻ വരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി കൂടുതൽ സീറ്റ് ചോദിച്ചു. അതിൻ്റെ പേരിൽ തർക്കത്തിൽ ആം ആദ്മി വേറെ മത്സരിക്കാൻ പോകുന്നു. അപ്പോഴും കോൺഗ്രസിനുണ്ടായിരുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് വിജയിക്കുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ കുമാരി സെൽജ, അതുപോലെ തന്നെ ഹൂഡ, സുർജേവാല ഇവരെല്ലാം 3 നിന്നുകൊണ്ട് പിന്നീട് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി പോരടിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ആരും ലോക്സഭാംഗങ്ങളെയോ അല്ലെങ്കിൽ രാജ്യസഭാംഗങ്ങളെയോ പാർലമെന്റേറിയൻസിനെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സുർജേവാലയും കുമാരി ഷെൽജയും മാറി നിൽക്കേണ്ടി വരുന്നത്. ആ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരുന്നില്ല. പക്ഷേ അപ്പോഴും സീറ്റ് ചർച്ചയിൽ അവർ നിർണായകമായി. പക്ഷേ അവരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് കരുതിയത് ജാട്ട് വോട്ടുകൾ കൂടുതൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജാട്ട് വോട്ടുകൾ അല്ലെങ്കിൽ ഗുജാറുകളുടെ വോട്ടുകൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ കർഷകർ കൂടുതലും ഉള്ളത് ജാട്ടാണ് എന്നത് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ ആ ഒരു വിലയിരുത്തലിന് പിന്നിലുണ്ടായത്. അതുകൊണ്ടാണ് ഹൂഡയ്ക്ക് വലിയ ഒരു അധികാരം തന്നെ സീറ്റ് നിർണ്ണയത്തിൽ കൊടുത്തത്. 90-ൽ 70ഓളം സീറ്റുകളിലും ഹൂഡയുടെ കാൻഡിഡേറ്റ്സ് ആണ്. 9 സീറ്റാണ് കുമാരി സെൽജയ്ക്ക് കിട്ടിയത്. വെറും 3 സീറ്റാണ് സുർജേവാലയ്ക്ക് ലഭിക്കുന്നത്. ബാക്കിയുണ്ടായിരുന്ന 6 സീറ്റോളം രാഹുൽ ഗാന്ധി നേരിട്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി. അങ്ങനെയായിരുന്നു ആ 70 സീറ്റുകൾ ഹൂഡയ്ക്ക് നൽകിയത്. ഹൂഡ വലിയൊരു വിജയം കൊണ്ടുവരുമെന്ന കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസമായിരുന്നു. അതിൻ്റെ പടപടക്കം പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ ജാട്ട് വോട്ടുകളാണ് കോൺഗ്രസിന് അടി തെറ്റിച്ചിരിക്കുന്നത് എന്നാണ്. ജാട്ട് മേഖലയിൽ 17ഓളം സീറ്റുകളിലും BJPയുടെ അപ്രമാദിത്വം കാണുന്നത്. ഏറ്റവും രസകരമായ സാധനം അത് 19ലേക്ക് പോലും പോകുന്നു പല സമയത്തും. അതെ, മൊത്തം ജാട്ടുകൾക്ക് മേധാവിത്വമുള്ള 37ഓളം സീറ്റുകളാണ് ഹരിയാനയിലുള്ളത്. അവിടെ 20-ലേറെ സീറ്റുകളിലും വലിയ ഭൂരിപക്ഷം BJPക്കും പിന്നെ INLDക്കുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലെടുത്ത് പറയേണ്ടത് കർഷക സമരത്തിന് മുന്നിലുണ്ടായിരുന്നതെല്ലാം ജാട്ടുകളായിരുന്നു. ആ ജാട്ടുകളെ പ്രതീക്ഷിച്ചാണ് വലിയ പദ്ധതികളാണ് കോൺഗ്രസ് കരുതിയിരുന്നത്. വിനീഷ് ഫോഗട്ട് വരുമ്പോൾ അവർ കർഷക സമരവുമായി ബന്ധപ്പെടുത്തുന്നു. ഗുസ്തി സമരങ്ങൾക്ക് കർഷകർ പിന്തുണ നൽകിയിരുന്നു. കർഷകർ സമരത്തിന് വിനീഷ് ഫോഗട്ട് അടക്കമുള്ള ഗുസ്തി താരങ്ങൾ പിന്തുണ കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം വോട്ടായി വരുമെന്ന വലിയ ഒരു സ്വപ്നം കോൺഗ്രസ് കണ്ടു. ആ സ്വപ്നം വലിയ തോതിൽ ഇടിഞ്ഞു വീഴുന്നു എന്നാണ്. പക്ഷേ വോട്ട് ശതമാനം കോൺഗ്രസിന് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആപ്പുമായൊരു സഹകരണം ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസിനാകുമായിരുന്നു. അതിലേക്ക് പോലും പോകാതിരുന്നത് കോൺഗ്രസിൻ്റെ അമിതമായ ഒരു ആത്മവിശ്വാസം തന്നെയായിരുന്നു. 40% ശതമാനത്തിലധികം വോട്ടാണ് ഇപ്പോൾ
കോൺഗ്രസിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. 40% വോട്ടെന്ന് പറയുമ്പോൾ സോഷ്യൽ സയൻറ്റിസ്റ്റുകളായ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഒരു പാർട്ടിക്ക് ഹരിയാന പോലൊരു സ്ഥലത്ത് 40% വോട്ടുകൾ നേടാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നു എന്നല്ല. അക്രോസ് ഈ കാറ്റഗറീസ്, അക്രോസ് സെക്ടേഴ്സ് അവർക്ക് വളരാൻ സാധിക്കുന്നു, വിഭാഗങ്ങൾക്ക് അതീതമായി അവർക്ക് വളരാൻ സാധിക്കുന്നു എന്നാണ് അതിൻ്റെ സൂചന. അത്തരത്തിലൊരു പാർട്ടി വരികയാണെങ്കിൽ അവർ വിജയിക്കാനാണ് സാധ്യത എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതല്ല സത്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 37ഓളം സീറ്റുകളുള്ള ജാട്ട് മേഖലയിൽ 15ഓളം സീറ്റുകളിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്, 19ഓളം സീറ്റുകൾ BJP ലീഡ് ചെയ്യുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിലെ 27 സീറ്റുകളിലും ലീഡ് ചെയ്തത് കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ കുരുക്ഷേത്രയിലേക്ക് വരികയാണെങ്കിൽ ആകെ 27 സീറ്റുകളാണുള്ളത്. അതിൽ കോൺഗ്രസ് 14ഇടത്തും BJP 11ഇടത്തുമാണ് ലീഡ് ചെയ്യുന്ന സാഹചര്യമുള്ളത്. അഹിർവാൾ മേഖലയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് 8, BJP 19 എന്ന രീതിയിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു. ബാഗഡ് മേഖലയിലാണെങ്കിൽ കോൺഗ്രസ് 10, BJP 5. അവിടെ കോൺഗ്രസിനൊരു മേൽക്കൈ നേടാൻ സാധിക്കുന്നുണ്ട്. 1000-ൽ താഴെ വോട്ടുകളുള്ള ഏകദേശം 4 മണ്ഡലങ്ങളാണ് ഇപ്പോൾ നിലവിൽ ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ദളിത് വോട്ടുകളിലാണ് കോൺഗ്രസിന് കൂടുതൽ ഗ്രാബ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ദളിത് വോട്ടുകളിൽ 30-ൽ 19 സീറ്റുകളും ചില സമയത്ത് 20 സീറ്റുകളിലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് 6 സീറ്റുകളിലുള്ളതിൽ 4 സീറ്റുകളിലും കോൺഗ്രസ് ആണ് ലീഡ് ചെയ്യുന്നത്. ബ്രാഹ്മൺ സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു 2ഇടത്ത്. ഈ രീതിയിൽ പല സ്ഥലത്തും കോൺഗ്രസിന് ഇടിച്ചു കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ജാട്ട് മേഖലയിൽ സംഭവിച്ച ഒരു തകർച്ച, ജാട്ട് മേഖലയിൽ അതായത് ഭൂപീന്ദർ സിംഗ് ഹൂഡയെ വിശ്വാസത്തിലെടുത്ത് AICC എല്ലാ തരത്തിലും അദ്ദേഹത്തിന് പിന്തുണ നൽകി 70-ലധികം സീറ്റുകളിൽ അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തി മത്സരിപ്പിച്ചെടുത്ത് ദളിത് വോട്ടുകളാണ് കൂടുതൽ നിർണായകമായി ഈ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അവിടെ കുമാരി ഷെൽജയെ മാറ്റി നിർത്തിയ സാഹചര്യം ഉണ്ടാകുന്നു. കുമാരി ഷെൽജ പിണക്കത്തിലായിരുന്നു. കുമാരി ഷെൽജ ഒരൊറ്റ പ്രചാരണ യോഗത്തിൽ പോലും പങ്കെടുക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായ ശംഷേർ ഗോഗിയുടെ മണ്ഡലത്തിൽ നേരിട്ട് രാഹുൽ ഗാന്ധി വന്ന് പ്രചാരണം നടത്തിയതിന് ശേഷം മാത്രമാണ് അവരൊരു ക്യാമ്പയിൻ ഇറങ്ങുന്നത്. ആ രീതിയിൽ പിണക്കത്തിലായിരുന്ന കുമാരി ഷെൽജയെ ഒരു തരത്തിൽ അക്കമഡേറ്റ് ചെയ്യായിരുന്നു ഇവർ. ഒരു അൺഫെയർ ആയ ഒരു അക്കമഡേഷൻ ആയിരുന്നു അത്. കുമാരി ഷെൽജ ഒരു പക്ഷേ ഈ സമയത്ത് തിരിച്ചു ചോദ്യങ്ങൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ടാകും. കാരണം അവരെ തഴഞ്ഞ് ഒരു ജാട്ട് സ്ഥാനാർത്ഥിയെ, ഒരു ജാട്ട് നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജാട്ട് മേഖലയെ മുഴുവൻ പിടിച്ചെടുക്കാമെന്ന ഒരു വ്യാമോഹത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോയത് അബദ്ധമായോ എന്ന ചോദ്യമുണ്ട്. 27% വോട്ടുള്ള ജാട്ട് വിഭാഗം ഏകദേശം 40 സീറ്റിലോളം നിർണായകമാണ്. എന്നാൽ ആ 40 സീറ്റിലും ഇവർക്ക് ഒരു തരത്തിലുള്ള ചലനവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതിൽ ഏകദേശം 15-ൽ മാത്രമായി കോൺഗ്രസ് ചുരുങ്ങുന്നു എന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഹരിയാന മൊത്തത്തിലെടുത്താൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് നേടിയ 43% വോട്ടാണ്. 46% വോട്ടായിരുന്നു BJP നേടിയത്. ദേശീയ തലത്തിൽ ഒരു ദേശീയതയുടെ ഒരു മേലങ്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ 46% വോട്ട് നേടിയ BJPക്ക് ഒപ്പത്തിനൊപ്പം 43.6% വോട്ടുമായി കോൺഗ്രസ് ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നിടത്ത് നിന്ന് താഴോട്ട് വരുന്നു. അത് 40% വോട്ടിലേക്ക് താഴുന്ന സാഹചര്യമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ളത്. അമിത ആത്മവിശ്വാസം തന്നെയാണ് വിനയായത് എന്നൊരു പക്ഷേ ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും. തീർച്ചയായും ഇതിൽ നമ്മളിപ്പോൾ ജാട്ട് വോട്ടുകളും മുസ്ലിം വോട്ടുകളുടെയൊക്കെ കണക്ക് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും രസകരമായി തോന്നിയത് എല്ലാ കാലത്തും അപ്പർ കാസ്റ്റ് ബ്രാഹ്മൺ വോട്ട് BJPക്ക് പോകുന്നതാണ്. 2 മണ്ഡലങ്ങളാണ് ബ്രാഹ്മൺ വോട്ടുകൾ കൂടുതലുള്ള, അംബാല അടക്കമുള്ള. അവിടെ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് കാണുന്നു. കോൺഗ്രസിലേക്ക് അപ്പർ വോട്ടുകൾ വരുന്നത്. ദളിത് വോട്ടുകൾ കഴിഞ്ഞ കുറേ കാലമായി BJPയിലേക്ക് പോയിരുന്നു. അതിൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നു. ജാട്ട് വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിന്നു. പക്ഷേ മാസങ്ങളുടെ വ്യത്യാസത്തിൽ ആ തിരികെ പോകുന്നു. JJP എന്ന പാർട്ടി പൂർണ്ണമായും ഇല്ലാതാകുന്നു. INLD മാത്രമാണ് പിടിച്ചു നിന്നിരിക്കുന്നത്. 2 സീറ്റുകൾ അവർ നിൽക്കുന്നു. ഒരു കാലത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അവർ തുടർന്ന് JJP വന്ന് കഴിഞ്ഞ തവണ ഒരു 10 സീറ്റ് കൊണ്ട് ഡെപ്യൂട്ടി CM പദവിയിലെത്തുന്നു. അവർ അന്ന് കർഷക സമരത്തിൻ്റെ പേരിൽ ആണ് BJP വിട്ട് ഇലക്ഷന് തൊട്ട് മുമ്പ് മാറുന്നു. പക്ഷേ ആ പറയുന്ന ജാട്ട് വോട്ടുകൾ മുഴുവൻ ഈ ജാട്ട് പാർട്ടികളെ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. INLക്ക് മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കാനായത്. 10%-ലേറെ വോട്ട് ശതമാനം ഉണ്ടായിരുന്ന JJPക്ക് 1% വോട്ട് ശതമാനം മാത്രമാണ് ഇത്തവണ ഈ ഇലക്ഷനിൽ ഇതുവരെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വോട്ടുകളെല്ലാം എങ്ങോട്ട് പോയി എന്ന ചോദ്യമുണ്ട്. നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ മുസ്ലിമിന് അതുപോലെ തന്നെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസിന് 6 മണ്ഡലങ്ങളിൽ 4ഇടത്ത് കോൺഗ്രസിന് ലീഡ് നേടാൻ സാധിക്കും. മുസ്ലിം ഭൂരിപക്ഷ മേഖല ഇപ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു. പക്ഷേ ഗുജ്ജാറുകൾ ഇപ്പോഴും
BJP പിന്നിൽ ഉറച്ചു നിൽക്കുന്നത്. 5 മണ്ഡലങ്ങളിലാണ് ഗുജാർ മെജോറിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ. ആ 5 മണ്ഡലങ്ങളും ഇപ്പോഴും BJP കൂടെ തന്നെയാണ്. SC മണ്ഡലങ്ങളാണ്. 30 എണ്ണത്തിൽ 20 എണ്ണവും കോൺഗ്രസിൻ്റെ ഒപ്പം വരുന്നു. അതുകൂടി ഉണ്ടായിരുന്നില്ല എങ്കിൽ കോൺഗ്രസ് വലിയൊരു തിരിച്ചടി നേരിട്ട്. ഇത് ഏറ്റവും രസകരമായ സാധനം, ഹരിയാനയുടെ ജനസംഖ്യയുടെ 60% ആളുകളുമുള്ള റൂറൽ മേഖലയിലാണ്. ആ റൂറൽ മേഖലയിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒപ്പത്തിനൊപ്പമാണെന്ന് തന്നെ പറയാം. BJP ഒപ്പത്തിനൊപ്പം 31-27 എന്ന രീതിയിലായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത്. അവിടെ റൂറൽ മേഖലയിൽ ഉണ്ടാക്കിയ മേധാവിത്വം പക്ഷേ അർബൻ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയില്ല. 60% വോട്ട് ജനസംഖ്യയും ഉള്ള റൂറൽ മേഖലയിൽ ഉണ്ടാക്കിയിട്ടും പക്ഷേ 20% വരുന്ന അർബൻ മേഖലയിലാണ് BJP നേട്ടം കൊയ്യുന്നത്. പക്ഷേ അതൊരു വലിയ മാറ്റമായി മാറുകയാണെന്നുള്ളതാണ്. അതെ, ദുഷ്യന്ത് ചൗത്താലയുടെ അതായത് JJP എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഡിമിനിഷ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക്, കംപ്ലീറ്റ് ആയി ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക്, ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നു. നമുക്കറിയാം 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 40 സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന BJP ഉണ്ടായിരുന്നു. 40 സീറ്റുകൾ വിജയിച്ച BJP 10 സീറ്റുകൾ JJPയുടെ 10 സീറ്റുകളും കൂടി ചേർത്തുകൊണ്ടാണ് അവർ ഇത് സാഹചര്യം മെച്ചപ്പെടുത്തിയത്, ഒരു സർക്കാർ രൂപീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. എന്നാൽ JJPക്ക് ലഭിച്ചിരുന്ന 10 സീറ്റും നഷ്ടപ്പെടുകയും അതേ സമയത്ത് പുതുതായി 10 സീറ്റുകൾ പുതുതായി പിടിക്കാനും BJPക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ലിയർ കട്ടായി പറയാൻ സാധിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം 16-17 ഘട്ടങ്ങളായി വോട്ടെണ്ണൽ പുരോഗമിക്കേണ്ടതുണ്ട്. അതിൽ 3-4 ഘട്ടങ്ങൾ മാത്രമേ ഇതുവരെ എണ്ണി തീർന്നിട്ടുള്ളൂ. എങ്കിൽ കൂടി ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്ന ഏറ്റവും കൃത്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ, കോൺഗ്രസ് നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏകദേശം അവസാനിക്കാൻ പോകുന്നു എന്ന സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഭൂപീന്ദർ ഹൂഡയോടൊപ്പം നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ 70s-ലാണ്, 77 വയസ്സിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അസ്തമയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തന്നെ 3-4 റൗണ്ടാകുമ്പോൾ തന്നെ ഭൂപീന്ദർ ഹൂഡ വന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിലാഘോഷം നടന്നിരുന്നു അതിന് തൊട്ട് മുമ്പ്. അതെല്ലാം പെട്ടെന്ന് നിൽക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതിയിലെല്ലാം കോൺഗ്രസ് സർക്കാർ വരുമെന്ന് പറയുമ്പോഴും പക്ഷേ ഒരു പരാജയപ്പെട്ടവൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെയായിരുന്നു. ഒരുപക്ഷെ ഭൂപീന്ദർ ഹൂഡയ്ക്ക് ഈ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഇനി അദ്ദേഹത്തിൻ്റെ കരിയർ ഏതാണ്ട് പൊളിറ്റിക്കൽ കരിയർ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടണം. കാരണം അത്രയേറെ മറ്റുള്ളവർ ഒതുക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത്തവണ അപ്രമാദിത്വം കാണിച്ചത്. അതെല്ലാം താൻ വിജയം കൊണ്ടുവരുമെന്ന് കോൺഗ്രസിനെ വിശ്വസിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കുമാരി ഷെൽജയാലും ശരി, സുർജേവാലയാലും ശരി, ഇവരെല്ലാം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രഖ്യാട്ടെ ഹരിയാന ഞാൻ തന്നെ നേടിത്തരും, അല്ലെങ്കിൽ എൻ്റെ കേന്ദ്രമാണ്, ജാട്ടുകളുടെ കേന്ദ്രമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദമുണ്ടായിരുന്നത്. കർഷകരുമായിട്ടും ജാട്ടുകളുമായിട്ടും എനിക്കാണ് കൂടുതൽ ബന്ധം, മറ്റുള്ളവർക്കല്ല. അവരെക്കാൾ കൂടുതൽ ജാട്ട് വോട്ടുകളിലൂടെ ഞാൻ ഭരണം കൊണ്ടുവരും. അത് അദ്ദേഹം പറഞ്ഞിരുന്ന കാരണങ്ങൾ കഴിഞ്ഞ തവണകളിലൊക്കെ നേരിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ടിരുന്ന പല മണ്ഡലങ്ങളും ജാട്ട് ഭൂരിപക്ഷ മേഖലയിലാണ്. കർഷക സമരം ഉണ്ടായതോടുകൂടി ഇവരെല്ലാം ഒരു ബ്ലോക്കായി കോൺഗ്രസിന് കൂടെ നിൽക്കും എന്ന് ഹൂഡയടക്കം വിശ്വസിച്ചിരുന്നു. കോൺഗ്രസ് അത് അമിതമായി, അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്നെ അവസാന സെഗ്മെന്റിലാണ് വരുന്നത്. ഒരു അവസാനം വന്നൊരു ഓളം ഉണ്ടാക്കുക. അതിനു മുമ്പ് തന്നെ നമ്മുടെ കയ്യിലാണ് ഈ സീറ്റുകൾ. പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ കൂടി കേട്ടപ്പോൾ കോൺഗ്രസ് വലിയ ഒരു ഇതായിരുന്നു. ഹൂഡ ഇനി എന്ത് ചെയ്യും എന്നതൊരു വലിയ ചോദ്യമാണ്. കുമാരി ഷെൽജയ്ക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ടാകും. ഒപ്പം തന്നെ കുമാരി ഷെൽജയ്ക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. കാരണം ദളിത് വോട്ടുകൾ ഇപ്പോഴും കോൺഗ്രസിന് ചോർന്നിട്ടില്ല. ആ ദളിത് വോട്ടുകൾ നിലനിർത്തിയിട്ടുണ്ട്. ദളിത് വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല റൂറൽ മേഖലയിൽ കോൺഗ്രസ് പിടിച്ചു നിന്നതിന് പിന്നിൽ ഈ ദളിത് വോട്ടുകളുടെ തന്നെ സ്വാധീനമാണ്. ഈ ജാട്ട് മേഖലയെല്ലാം കോൺഗ്രസ് തകർന്ന് പോവുകയോ അല്ലെങ്കിൽ പിന്നോക്കം പോവുകയോ വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്തു എന്നത് വലിയ ഇതാണ്. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ ഭാവി എന്ന കാര്യത്തിലും ഹൂഡ ചിലപ്പോൾ മറുപടി പറയേണ്ടി വരും. ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് ചിലപ്പോൾ തയ്യാറാകുമായിരുന്നുവെങ്കിൽ 10 സീറ്റാണ് അവർ ചോദിച്ചിരുന്നെങ്കിൽ കൂടിയൊരു അതിലൊരു 5 സീറ്റ് അങ്ങനെ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിലപേശൽ നടത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചിത്രം മാറുമായിരുന്നു. ഏകദേശം 1.5% വോട്ട് വിഹിതം ആപ്പിന് കിട്ടിയിട്ടുണ്ട്. ഡൽഹിയുമായി ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഡൽഹിയിൽ ആപ്പിനുള്ള സ്വാധീനം എല്ലാവർക്കും അറിയാം. ഹരിയാനയുടെ മകനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാൾ വോട്ട് പിടിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ആപ്പിൻ്റെ ഘടകം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വോട്ട് ശതമാനം മാത്രമല്ല ഈ നെക്ക് ടു നെക്കായിട്ട് നിൽക്കുന്ന 1000-ൽ താഴെ ഭൂരിപക്ഷമുള്ള 10-14 മണ്ഡലമുണ്ട്. അതിലൊരു പക്ഷേ മാറ്റം സംഭവിക്കുമായിരുന്നു. അതുപോലെ തന്നെ INLDയെ കോൺഗ്രസ്
എഴുതി തള്ളി എന്നതുകൂടി പറയണം. JJP ആയിരിക്കും, എല്ലാവരും JJP മാത്രം നോക്കിയാണ് INLD എന്ന കാര്യമായി കണ്ടില്ല. മായാവതിയുമായി സഖ്യം അവിടെ ഉണ്ടാക്കി. ഇനി എടുത്തു പറയേണ്ടത് ദളിത് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് JJP ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടിയുമായിട്ടും സഖ്യം ഉണ്ടാക്കി, മായാവതിയുടെ പാർട്ടിയുമായിട്ട് INLD ഉണ്ടാക്കി. പക്ഷേ ദളിത് വോട്ടുകൾ ഇവരുടെ കൂടെ ഒന്നും ഇല്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ജാട്ട് പാർട്ടി ആരാ എന്നതുകൊണ്ട് INLDക്ക് ഒരു ഭാഗം അവകാശപ്പെടാമെങ്കിലും ജാട്ട് വോട്ടുകൾ പോലും ജാട്ട് പാർട്ടി എന്ന് പറയുന്നത് ആരാണെന്നുള്ളതിൻ്റെ ഒരു ഹരിയാന തെരഞ്ഞെടുപ്പ് പൂർണ്ണമായ ഫലം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. തീർച്ചയായും ഹരിയാനയിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പൊതുയോഗങ്ങളിലെല്ലാം ആയിരങ്ങൾ ഉണ്ടായിരുന്നു, ആളുകളുടെ തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ 3-4 റൗണ്ട് എണ്ണിത്തീരുമ്പോൾ ഒരു കാര്യം കൂടെ ജിഷ്ണു നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം BJP ഇപ്പോൾ 50-ൻ്റെ അടുത്ത് സീറ്റ് എത്തിയിട്ടുണ്ട്. മാത്രമല്ല BJPയുടെ വിമതർ കുറേ പേര് ജയിച്ചിട്ടുണ്ട്. അവരെല്ലാം INLD നേരെ തന്നെ BJPക്ക് ഏതാണ്ടൊരു പ്രോ സ്റ്റാൻഡ് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സാവിത്രി ജിൻഡാൽ BJPയുടെ ഒരു MP-യുടെ അമ്മയാണ്, അവർ സ്വതന്ത്രമായിട്ട് അവിടെ മത്സരിച്ചിട്ടുണ്ട്. അവരടക്കമുള്ളവർ BJPക്ക് ഒപ്പം പോകും. അതുകൊണ്ട് BJPക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ INLDയെ കൂട്ടുപിടിക്കേണ്ടിയോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലുള്ള ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് അതുപോലെ തന്നെ സ്വതന്ത്രയുടെ പിന്നാലെയോ പോകേണ്ട സാഹചര്യം ഇല്ല. കഴിഞ്ഞ തവണത്തെ പോലെ മുഖ്യമന്ത്രിയെ വഴിയിൽ വെച്ച് മാറ്റുകയോ പുതിയ ആൾ കൊണ്ട് ഇത് ശരിക്കും ഏറ്റവും പുതിയ മുഖ്യമന്ത്രിയായിട്ട് ലാസ്റ്റ് വന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിജയമായിട്ട് തന്നെ കാണാം. ഖട്ടാർ എന്ന ഒരു വ്യക്തിയുടെ നായബ് സിംഗ് സൈനിയുടെ ഇതിലേക്ക് ഹരിയാന മാറിയിരിക്കുന്നു എന്ന് പറയാം. ഒപ്പം ഒരു കാര്യം കൂടെ നമുക്ക് ഹരിയാനയുടെ ചുമതലയുണ്ടായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. തോറ്റു എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു സംസ്ഥാനത്താണ് അദ്ദേഹം വിജയം കൊണ്ടുവരുന്നത്. മോദി ഏറ്റവും വിശ്വസിച്ചുകൊണ്ട്, മോദിയുടെ അറ്റ കൈയായിരുന്നു അത്, ഏറ്റവും വിശ്വസിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ ഇവിടെ കൊണ്ടുവരുന്നു. റാമിനെ അവിടെ ജെക്കെയും ഏൽപ്പിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ ഒരുപക്ഷെ BJP ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു പേര് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലിബർ കൂടി അദ്ദേഹം ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. ഒരു പ്രഭാരി എന്ന രീതിയിൽ തന്നെ സംസ്ഥാനത്തെ പരാജയത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് ഏതാണ്ട് മോദി ബ്രാൻഡ് ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇതിൻ്റെ ഒരു ചലനം മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തിയത്. അവിടെ അദ്ദേഹം ഒരു വിജയം കൊണ്ടുവരുന്നത് ദേശീയ തലത്തിലും വലിയ ഒരു നഡ്ഡയ്ക്ക് പിൻഗാമി എന്ന ചോദ്യത്തിലേക്ക് ഒരു ഉത്തരവാദിത്വം. ധർമ്മേന്ദ്ര പ്രധാൻ അടുത്ത പാർട്ടി അധ്യക്ഷനാകാൻ സാധ്യതയുണ്ടോ എന്ന ചർച്ചകളൊക്കെ ഉയരുന്നുണ്ട്. എന്നാൽ ഹരിയാനയിൽ ഈ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങളുടെ അവസ്ഥ. ഹരിയാനയിൽ അമിത ആത്മവിശ്വാസം കാണിച്ചോ കോൺഗ്രസ് എന്ന ചോദ്യമുണ്ട്. കോൺഗ്രസിന് 2023 തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഓർക്കേണ്ടതുണ്ട്. രാജസ്ഥാനുണ്ട്, മധ്യപ്രദേശുണ്ട്, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ മുന്നിലുണ്ട്. അമിത ആത്മവിശ്വാസം കാണിച്ചോ കോൺഗ്രസ്? ഇനി വോട്ടുകൾ എണ്ണിത്തീരാനുണ്ട്, ഇനിയുള്ള റൗണ്ടുകൾ എണ്ണാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു അവസാന ചിത്രത്തിലേക്ക് എത്താൻ സാധിക്കൂ. എന്നാൽ നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസ് അമിത ആത്മവിശ്വാസം കാണിച്ചോ? ഈ ആൾക്കൂട്ടമൊന്നും വോട്ടായില്ലേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.